തിരുവനന്തപുരത്ത് ഏജന്റ് തട്ടിയെടുത്ത 1 കോടി രൂപയുടെ ലോട്ടറി ടിക്കറ്റ് യഥാർത്ഥ അവകാശിക്ക് തിരികെ കിട്ടിയിരിക്കുകയാണ്. മ്യൂസിയത്തിന് മുന്നിൽ തൊപ്പിക്കച്ചവടം നടത്തുന്ന 72കാരി സുകുമാരിയമ്മയെ ലോട്ടറി ഏജന്റ് പറ്റിച്ച കഥ റിപ്പോർട്ടർ ടിവിയിലൂടെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും. സുകുമാരിയമ്മയെ നമ്മൾ അതിഥിയായി ഗുഡ് ഈവനിംഗ് സുജയ പാർവതിയിൽ കൊണ്ടുവരികയും ചെയ്തതാണ്. വലിയ ഒരു നിയമ പോരാട്ടത്തിലൂടെയാണ് സുകുമാരിയമ്മ സ്വന്തം ഭാഗ്യം തിരികെ പിടിച്ചത്. സുകുമാരിയമ്മയ്ക്കൊപ്പം ആദിൽ പാലോട് ചേരുകയാണ്. നമുക്ക് ആ വിശേഷങ്ങളൊന്ന് കണ്ടുവരാം. കഴിഞ്ഞ മാസം കരഞ്ഞു വാടി തളർന്നു പോയൊരു മുഖം ഇന്ന് സന്തോഷത്തോടെ ഇരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മ്യൂസിയത്തിന് മുന്നിൽ തൊപ്പിക്കച്ചവടം നടത്തുന്ന വെള്ളായണി സ്വദേശി സുകുമാരിയമ്മ എടുത്ത ടിക്കറ്റിന് 1 കോടി രൂപ ലോട്ടറി ടിക്കറ്റിന് സമ്മാനം അടിച്ചു. പക്ഷേ ആ ലോട്ടറി ടിക്കറ്റ് വിറ്റ ഏജന്റ് തന്നെ പേരൂർക്കട സ്വദേശി കണ്ണൻ തട്ടിയെടുത്തിരുന്നു. ഇപ്പോൾ നിയമത്തിന്റെ നൂലാമാലകളൊക്കെ കുരുക്കഴിഞ്ഞിപ്പോ പൈസ കൈ കിട്ടാൻ പോവുക അല്ലയോ? സന്തോഷമുണ്ട്. ഇത് ഈ കേസ് അന്വേഷിച്ച മ്യൂസിയം പോലീസിനും എന്റെ വക്കീല് സതീശൻ സാറ് മുതാക്കൽ സാറിനോട് നന്ദി പറയുന്നു. ബാക്കി എല്ലാ ഉദ്യോഗസ്ഥരുടെയും നന്ദി പറയുന്നു. കോടതിയോടും നന്ദി പറയുന്നു. എന്താ ശരിക്കും അമ്മ പിന്നീട് പൈസ ടിക്കറ്റ് കണ്ണൻ കൊണ്ടുപോയി, 1 കോടി രൂപയുടെ ടിക്കറ്റ് കണ്ണൻ കൊണ്ടുപോയി. പിന്നീട് മ്യൂസിയം സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പിന്നീട് എന്താ സംഭവിച്ചത്? പരാതി കൊടുത്തതിന് ശേഷം പോലീസ് അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കുറ്റവാളിയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നു. കണ്ണനെ അറസ്റ്റ് ചെയ്തു. പിന്നീട് ജാമ്യം കിട്ടി പുറത്തിറങ്ങി. അത് പിന്നെ വക്കീലും കോടതിയായിട്ട് അത് വേണ്ടത് ചെയ്ത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നാണ് അനുകൂല ഉത്തരവ് സമ്പാദിച്ചത്. സുകുമാരിയമ്മ ഈ 1 കോടി രൂപ ടിക്കറ്റ് പോകട്ടെ എന്ന് വെച്ചില്ല, ഇറങ്ങി നടന്നു. ഇതിന്റെ പുറകെ ഇറങ്ങി പ്രവർത്തിച്ചു. പൈസ ടിക്കറ്റ് എന്റേതാണ്, എനിക്ക് തന്നെ വാങ്ങിക്കണം എന്നുള്ള വാശിയായിരുന്നു എനിക്ക്. ഇല്ലെന്ന് വരിയില് ഈ കേസ് മുന്നോട്ട് പോയിട്ട് അവനെ അകത്തുവാക്കണം, ടിക്കറ്റ് ഗവൺമെന്റ് എടുത്തോട്ടെ എന്നുള്ള ഒരു അഥവാ പൈസ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇവൻ അകത്ത് പോകണം. ഗവൺമെന്റ് ആ ഡേറ്റ് കഴിയുമ്പോൾ ഗവൺമെന്റിന് ആ പൈസ പോകുമല്ലോ, നമുക്ക് മാറാൻ പറ്റത്തില്ല. ഇതായിരുന്നു എന്റെ തീരുമാനം. ഒന്നിൽ ഞാൻ ഒരു പെണ്ണാണെങ്കിൽ ഞാൻ പൈസ വാങ്ങിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ട് മഴയത്തിരുന്ന് കഷ്ടപ്പെട്ട പൈസയാണ് കൊടുത്ത ടിക്കറ്റ് എടുത്തതാണ്. അല്ല ഞാൻ മോട്ടിച്ചത് ഒന്നുമല്ല. അങ്ങനെ ഏതായാലും പൈസ ഇപ്പൊ കിട്ടും. 1 കോടി രൂപ ലോട്ടറി അടിച്ച അമ്മയ്ക്ക് എത്ര കിട്ടും? ഒരു 63 കിട്ടും. ടാക്സ് ഒക്കെ പോയതിന് ശേഷം 63 കിട്ടും. അത് എന്നാ ചെയ്യാനാ പരിപാടി? എനിക്ക് സ്വന്തമായിട്ട് ഒരു വീടില്ല. എനിക്ക് സ്വന്തമായിട്ട് 2 സെന്റ് സ്ഥലം വാങ്ങിക്കണം, ഒരു ചെറിയ വീടും വെക്കണം. അതേ ഉള്ള ആഗ്രഹം. വെള്ളായണി തന്നെയാണോ സ്ഥലം നോക്കുന്നത്? അല്ലല്ല, അല്ലാതെ എങ്ങോട്ടെങ്കിലും നോക്കണം. വെള്ളായണിലോട്ട് പോവിയല്ല. ഒരു കുറച്ച് സ്ഥലം വാങ്ങി ഒരു സ്വന്തമായൊരു വീട് വെക്കണം. പിന്നെ എനിക്ക് 11 ടിക്കറ്റിലും പൈസയുണ്ട്. അത് 8000 രൂപ വെച്ച് ഒരു ടിക്കറ്റിൽ 8000 രൂപ വെച്ചുണ്ട്. 11 ടിക്കറ്റിലുണ്ട് പ്രത്യേകിച്ച്. അപ്പൊ ഈ പൈസ ഈ വീടൊക്കെ വെച്ച് കഴിഞ്ഞ് ബാക്കി പൈസ ഉണ്ടെങ്കിലോ? ബാക്കി പൈസ ഉണ്ടെങ്കിൽ നമുക്ക് മക്കളില്ലേ, മക്കളെ സഹായിക്കണം. പിന്നെ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ഞാൻ സഹായിക്കും. ഈ തൊപ്പി കച്ചവടം നിർത്തി പോകാൻ പോകുന്നില്ല? ഇല്ല, അങ്ങനെ നിർത്തും. ഇത്രയും പൈസ കിട്ടിയെന്ന് പറഞ്ഞ് എനിക്ക് നിർത്തി പോകാൻ പറ്റുമോ? ഈ പൈസ കിട്ടുമ്പോ അത് ബാങ്കിലിട്ടില്ലേ ജീവിച്ചാ പോരെ? ആളുകൾ ചോദിക്കില്ലേ? ആളുകൾ ചോദിക്കും. ഇനി ഇതിലെ ടാക്സ് ഒക്കെ ഇനിയും വരും. ഇപ്പോഴത്തെ ടാക്സ് മാത്രമല്ല, ഇനിയും ടാക്സ് ഒക്കെ വരും. അത് നമ്മൾ അറിഞ്ഞ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പഴയ പോലെ ആയിപ്പോവും. അതുകൊണ്ട് തൊപ്പിക്കച്ചവടം നിർത്തുന്നില്ല. ഇല്ല. വലിയ സന്തോഷം. നമുക്കിപ്പോ എന്താ തോന്നുന്നത് ശരിക്കും? നമ്മളോട് അന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? സങ്കടപ്പെട്ടാന്ന് പറഞ്ഞു. എനിക്കിപ്പോ സന്തോഷം തോന്നുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ മ്യൂസിയം പോലീസിനോടെയും നമ്മുടെ കോടതിയോടെയും എന്റെ വക്കീലായ മുതാക്കൽ സതീശൻ സാറിനോടൊക്കെ വളരെയധികം നന്ദി പറയുന്നു. മേലുദ്യോഗസ്ഥന്മാരോട്. പിന്നെ കണ്ടോ? കണ്ണനെ എന്നും കാണും. ഞാൻ സംസാരിച്ചിട്ടില്ല. കണ്ണന് ജാമ്യം കിട്ടി അല്ലേ? ജാമ്യം കിട്ടി. എന്നിട്ട് പിന്നീട് കാണുമ്പോ എങ്ങനെയാ ഇടപെടുന്നേ? നമ്മൾ കോടതിയിൽ പോയാൽ അങ്ങേയറ്റം നമ്മളിരിക്കും, ഇങ്ങേറ്റം അവരിക്കും. നമ്മൾ അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, കോണ്ടാക്റ്റും ഇല്ല. കണ്ണനെ പിന്നെ ആളുകൾക്കൊക്കെ മനസ്സിലായോ? ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ മനസ്സിലായി. ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ആളല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും അറിയാം. ഈ ഏജന്റിന്റെ കമ്മീഷൻ പിന്നെ കണ്ണന് കിട്ടുമോ? അത് ആദ്യം കൊടുത്തില്ല, പിന്നെ വാങ്ങിച്ചല്ലോന്നുള്ള എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പിന്നെ ഇതിന്റെ പുറകെയായിരുന്നു. ഒരു നിയമ പോരാട്ടത്തിന്റെ കഥ കൂടിയുണ്ട് ഈ സുകുമാരി അമ്മയുടെ. ഇപ്പോഴുണ്ടായ ഈ സംഭവ വികാസങ്ങൾക്ക് പിന്നിൽ എങ്ങനെയും ഈ പൈസ നേടിയെടുക്കണം, ലോട്ടറി ടിക്കറ്റ് തന്റേതാണ് എന്ന് സ്ഥാപിക്കണം എന്ന് സുകുമാരി അമ്മയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് നിയമ പോരാട്ടം നടത്തി ആ പണം തിരിച്ചു കിട്ടി. 63 ലക്ഷം രൂപയാണ് അമ്മയ്ക്ക് കിട്ടാൻ പോകുന്നത്. അമ്മ സ്വപ്നം കണ്ടതുപോലെ ഒരു ചെറിയ വീട്, സ്വന്തമായി സ്ഥലവും വീടും എന്നുള്ളതാണ്. ബാക്കി പണം ആൾക്കാരെ സഹായിക്കുക, പാവങ്ങളെ സഹായിക്കുക, മക്കൾക്ക് കൊടുക്കുക എന്നതൊക്കെയാണ് ഇപ്പോൾ മനസ്സിൽ സ്വപ്നം കാണുന്നത്. വൈകാതെ ആ പണം കയ്യിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. കോടതിയോടും നിയമ സംവിധാനത്തോടും അമ്മ നന്ദിയും പറയുന്നു. ക്യാമറമാൻ വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.